കുസൃതി എന്ന ചിത്രത്തിലെ ഹരിശ്രീ അശോകൻ, സലീം കുമാർ എന്നിവരുടെ തകർപ്പൻ കോമഡി സീൻസ്. മോനെ തിന്നേ. മോന് നല്ല വിശപ്പുണ്ടെന്ന്. അതെ അതെ, ഒന്നുകൂടി കൊടുക്കാം. പെട്ടെന്ന് കൊടുക്ക്. വീണ്ടും അളകടോ. എന്ത് ഭ്രാന്തോ? ഭ്രാന്ത് മൂത്രത്തിൽ കല്ലടോ. മൂത്രത്തിൽ കല്ലോ. സാറിന്റെ ഇവന്റെ ഒക്കെ പിന്നാലെ ഓടുന്നത്. സാർ ഇവിടുന്ന് റെസ്റ്റ് എടുക്കുക, ഞങ്ങൾ പൊക്കിക്കൊണ്ടുവരാം. വാ. എവിടെ പോണോ? ആ കണ്ടില്ല. എവിടെ ഞങ്ങൾ ഓടിക്കരുത്. അവിടെ നിൽക്കണം. അവിടെ നിൽക്കാൻ പിന്നെ ഇന്ന് ശരിയാക്കി ഞങ്ങൾ. കാണാനില്ല. ഇനിയില്ലേ? അവനാദ്യം കഴിച്ചു. പാവം നല്ല വിശപ്പുണ്ടാവും. അതെ അതെ, ഒന്നുകൂടി കൊടുക്ക്. ഇതും കൂടി വാങ്ങടാ. നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. ഞാനും വന്നടാ. കൊറേ നേരമല്ല പുറകെ നടക്കണ. ബാക്കിയുള്ള എന്റെ ബണ്ണിൽ മണ്ണിടാൻ പോടാ, ബണ്ണടങ്ങാനായിട്ട്. ദൈവമേ, ആ ബണ്ണ് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. വേറെ ചേച്ചിമാരും പിള്ളേരും ആരുമില്ല ബണ്ണുമായിട്ട്. വെച്ചൂടെ? ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും നേരം വെളുക്കുമ്പോ. ഇനി എന്താ വേണ്ടത്? സ്വസ്ഥത. എന്റെ അമ്മച്ചി, ബാക്കിയുള്ളവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ഈ കള്ളപ്പന്നി തിന്നു തീർക്കുമെന്നാ തോന്നുന്നത്. നിർത്തിയോ? നിർത്തിയതല്ല, നിന്ന് പോയതാ. എന്നാ ബില്ലെടുക്കട്ടെ. 2 പ്ലേറ്റ് എടുത്തു. 2 പ്ലേറ്റ് ബില്ലോ? ബില്ലല്ലടോ, 2 മുട്ട, 2 ചിക്കൻ കറി, പിന്നെ 2 മട്ടൻ ചാപ്സ്, പിന്നെ ഉണ്ടെങ്കിൽ ഒരു 2 പ്ലേറ്റ് കുറുമ അത് കൊടുത്തു. എടോ വാസു, എന്തോ കൊറേ നേരമായല്ലോ വെട്ടി വിഴുങ്ങാൻ തുടങ്ങിട്ട്. ആര്? ഞാനോ? താനല്ലടോ. കയ്യിൽ കാശുണ്ടോ ചോദിക്കേ. കയ്യിൽ കാശില്ലാലും പകലിൽ കാശുണ്ട്. ഇതെന്ത് കഷ്ടന്നൊക്കെ ചേട്ടാ. കയ്യിൽ കാശില്ലാത്ത ആരെങ്കിലും റെസ്റ്റോറന്റ് കയറി ഇങ്ങനെ വെട്ടി വിഴുങ്ങോ? 2 പൊറോട്ട പഞ്ചസാരയുടെ ചേട്ടൻ കൊടുത്ത് പോയി പൊറോട്ട എടുത്തിട്ടോ. ഒരു ചായ. അയ്യോ, 2 പൊറോട്ടയും കൂടി ചേട്ടന് കൊടുത്തരും. എന്റെ വക. എന്തായാലും ഓർഡർ ചെയ്ത സ്ഥിതിക്ക്, സ്പോൺസർ ചെയ്ത സ്ഥിതിക്ക് 5 പൊറോട്ടയും 1 ചിക്കനും. ഒരു പോക്കറ്റ് അടിക്കാണ്ട് ഗതികേട് നോക്കണേ. ഒരു പേഴ്സ് 2 തവണ പോക്കറ്റ് അടിക്കാം.
ഇടയ്ക്കിടയ്ക്ക് വരണം. നന്നായിട്ട് കഴിക്കുന്നവർ എനിക്ക് വലിയ ഇഷ്ടാ. പിന്നെ 2 ബില്ലും കൂടി 237 റുപ്യ. അത്രേ ആയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഒരു പൊരിച്ചോടും കൂടി മേടിച്ചു തന്നോളാൻ. അതെനിക്ക് പാർസലായിട്ട് മതി. എന്റെ പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചിട്ടാ തോന്നുന്നു. എന്താ പോക്കറ്റ് അടിച്ചെന്നോ? പിടിയടാ. പോക്കറ്റ് അടിച്ചാളെ പിടിക്കാൻ കണ്ടപ്പോഴേക്ക് തോന്നിയതാ. മര്യാദക്ക് തിന്നെ കാശ് വെച്ചിട്ട് പോടാം. രണ്ടാളും കൂടി ഒപ്പിച്ച പരിപാടിയല്ലേ? അയ്യോ എനിക്കൊന്നും അറിയില്ല. എനിക്ക് ഇയാളെ അറിയുന്ന പോലും ഇല്ല. ചായ മാത്രം ഓർഡർ ചെയ്ത് എനിക്ക് പൊറോട്ട വാങ്ങിച്ചെന്ന് ഇതിനകത്ത് വലിച്ചഴിച്ച എന്തിനാ? കൈ കാശുണ്ടായിരുന്നു. കാശില്ലാതെ മൂക്കുമുട്ട തിന്നിട്ട് ഓരോ നമ്പർ ഇറക്കടാ. ഇവനെ പിടിച്ചോണ്ട് ഇടിച്ച് കൂമ്പെടുക്കടാ. വരണടാ. തിരിച്ചോടോ പോലീസുകാരാ? അയ്യ നമ്മളെ പിടിക്കാനല്ലായിരുന്നു. പിന്നെ താനെന്തിനാണോ ഓടിയത്? ആറോടിയപ്പോ ഞാൻ കൂടെ ഓടി. ഓടി ഓടി നമ്മ കണ്ണൂരെത്തി. കണ്ണൂരാ? ആ വേ റോട്ടിലോട്ട് തല്ലിക്കൊല്ലാണ്. നോക്കിക്കാതെ പോകാം സാർ. അയ്യോ അങ്ങോട്ടല്ലേ ഇങ്ങോട്ട്. ഉത്തരം 3 ആൾ ചേർന്ന് തല്ലിക്കൊല്ലാണ് സാർ. അപ്പൊ ഇവനെ പിന്നെ ആരടാ? കള്ളനാണ് സാർ ഇവൻ. ഹോട്ടൽ കയറി സാപ്പാട് അടിച്ചിട്ട് കാശില്ലാതെ മുങ്ങിയതാ. സത്യം പറയേ, ഇതൊരു അഡ്വാൻസ് മാത്രം. സെക്കൻഡ് റൗണ്ട് ജീപ്പിലും ഫൈനൽ റൗണ്ട് സ്റ്റേഷനിലും. പേടിക്കണ സാറേ, കടുവാനാരൻ ലാൻഡ് ചെയ്തതിന്റെ കൊട്ടും കുറവാ കേൾക്കണേ. കർണാമൃതം കർണാമൃതം. ഏതായാലും ഇവന്റെ രാശി കൊള്ളാ സാറേ. കടുവാനാരായണന്റെ കൈപ്പുണ്ണി അറിയാനുള്ള ഭാഗ്യമുണ്ട് ഇവന്. ആ എടാ, നിന്നെ പോലൊരു കുട്ടിക്കള്ളൻ അകത്ത് കിടന്ന് കീറുന്നത് ആ CI കടുവയുടെ കൊമേഴ്സ്യൽ ബ്രേക്ക് കഴിയുമ്പോ ഈ SI കടുവയുടെ എപ്പിസോഡ് ആരംഭിക്കും. ഇതൊരു പരസ്യം മാത്രം. ആരായാലും എന്താ നല്ല സാധനം. എവിടായിരുന്നു ഇതുവരെ? 2 പെറ്റി ഒപ്പിക്കാൻ പോയിരുന്നാണ് സാർ. സാർ ചാർജ് എടുക്കുന്ന ദിവസമായിട്ട് ലോക്കപ്പ് ഒന്ന് നിറഞ്ഞു കിടന്നോട്ടെന്ന് കരുതി. നമസ്കാരം. എന്നിട്ട് ഈ നരേന്ദ്രയാണോ കിട്ടിയത്? മരുന്താ ഇവൻ? പരുന്താണ് സാർ, പരുന്ത്. ഹോട്ടലിൽ കയറി കാശില്ലാതെ ചാപ്പാട് അടിക്കാണ് ഇവന്റെ ലേറ്റസ്റ്റ് നമ്പർ. കള്ളത്തരം പറയരുത്. പോലീസുകാരുടെ ധിക്കാരം പറയുന്നോടാ. അയ്യോ, +2 തകർന്നു കാണും. സോറി സാർ, ഉന്നം തെറ്റിയതാ. നമുക്ക് തൊണ്ടി തപ്പാൻ പോകണ്ടേ സാർ? ഇനി തപ്പാൻ പോയിട്ട് കാര്യമില്ലടോ. അത് ശരിയാ. ചാക്കിലായതാണ് ഒരു ഗുണമുണ്ട്, ആരും കാണൂല. എന്റെ പൊന്ന് സാറേ, ഇനി ആ വൈദ്യരെ എവിടെ പോയി കണ്ടുപിടിക്കാനാ? ഈ പട്ടണം വിട്ട് ഏതായാലും വൈദ്യുതി പോകാൻ വഴിയില്ല. അങ്ങേര് തന്ന ആ ഒറ്റക്കുപ്പി മരുന്ന് കഴിച്ചപ്പോ തന്നെ എന്ന് പറഞ്ഞു പോയ മൂത്രം ഇപ്പൊ എന്നും പറഞ്ഞല്ലേ പോണത്. വണ്ടി ഒന്ന് നിർത്തിയ ഇത്തിരി കൂടി ബാക്കിയുണ്ടേ. സിർന്ന് നോച്ചോട്ടെ. ആ നിർത്തി നിർത്തി. അവിടെ നടത്താണല്ലോ. ഇത് നമ്മുടെ വൈദ്യരല്ലേ? വൈദ്യരെ, വൈദ്യരെ, മരുന്നേറ്റ് വൈദ്യരെ. നിക്ക് വൈദ്യരെ, നിക്ക്. എടോ എന്റെ മൂത്രരസം മാറ്റി വൈദ്യര്. വൈദ്യരെ അഭിനന്ദനങ്ങൾ, വൈദ്യരെ അഭിനന്ദനങ്ങൾ. വൈദ്യരെ പിന്നെ നിങ്ങൾ ഇവിടെ നിന്നോ. സാധനം ഭദ്രമായിട്ട് അതിനകത്തുണ്ട്. ഞാൻ അവിടെ വലിച്ചെറിഞ്ഞത്. ഇപ്പൊ എടുത്തു തന്നേരം. ഇതിനകത്തുണ്ടായിരുന്ന വിക്രമത്തെ പോയി. ഹാവൂ, രക്ഷപ്പെട്ടു. ആരുടെ കണ്ണിപ്പെടാഞ്ഞത് ഭാഗ്യം.
പോയി.